Good morning students. Social Science ഫസ്റ്റിലെ മെഡിവൽ വേൾഡ് സെൻറ്റേഴ്സ് ഓഫ് പവർ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെഡിവൽ പീരീഡിലെ മെയിൻ പവർ സെൻറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റേൺ റോമൻ എംപയർ, ഹോളി റോമൻ എംപയർ ആൻഡ് അറബ് എംപയർ, ഈ 3 എംപയേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഒട്ടോമൻ എംപയറിനെ കുറിച്ചും മംഗോൾ എംപയറിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് ഡിസ്കസ് ദി ഫസ്റ്റ് വൺ, ഒട്ടോമൻ എംപയർ. The Ottoman Empire reached its zenith during the time of Suleiman. He was called Al-Qanuni, the lawgiver. He codified the Ottoman laws and established centralized administration in the empire. During this period, many regions of Europe became part of the Ottoman Empire. Thus, the Europeans realized the military strength of Asia through the Ottoman rulers. The Ottoman Empire disintegrated after First World War. ഒട്ടോമൻ എംപയർ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ, ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പൊസിഷനിലെത്തിയത് സുലൈമാൻ എന്ന് പറയുന്ന എംപററിൻ്റെ കാലഘട്ടത്തിലാണ്. ഒട്ടോമൻ എംപയർ റീച്ച്ഡ് ഇറ്റ്സ് സെനിത്ത് ഡ്യൂറിങ് ദി ടൈം ഓഫ് സുലൈമാൻ. ഹി വാസ് കോൾഡ് അൽ ഖനൂനി. അദ്ദേഹം അറിയപ്പെടുന്നത് അൽ ഖനൂനി എന്നുള്ള പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ദ ലോ ഗിവർ, നിയമദാതാവ്. അതിന് കാരണം എന്താണ്? ഹി കോഡിഫൈ ദി ഒട്ടോമൻ ലോസ്. റോമൻ ലോസ് കോഡിഫൈ ചെയ്തത് ആരായിരുന്നു? ജസ്റ്റീനിയൻ, അല്ലേ? എക്സിസ്റ്റിംഗ് റോമൻ ലോസ് കോഡിഫൈ ചെയ്തത്, അതുവരെ നിലവിലുണ്ടായിരുന്ന റോമൻ ലോസ് കോഡിഫൈ ചെയ്തത് ജസ്റ്റീനിയൻ ആയിരുന്നു. അതുപോലെ ഒട്ടോമൻ ലോസ് കോഡിഫൈ ചെയ്തത് സുലൈമാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിക്കുന്നത് പേരാണ് അൽ ഖാനൂനി എന്ന്. ഹി കോഡിഫൈ ദി ഒട്ടോമൻ ലോസ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണമാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. മെനി റീജിയൻസ് ഓഫ് യൂറോപ്പ് ബിക്കം പാർട്ട് ഓഫ് ദി ഒട്ടോമൻ എംപയർ. ദസ് ദി യൂറോപ്യൻസ് റിയലൈസ് ദി മിലിറ്ററി സ്ട്രെങ്ത് ഓഫ് ഏഷ്യ ത്രൂ ദി ഒട്ടോമൻ റൂളേഴ്സ്. ദി ഒട്ടോമൻ എംപയർ ഡിസിൻറ്റഗ്രേറ്റഡ് ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക യുദ്ധശേഷം ഒട്ടോമൻ എംപയർ തകർന്നു. യൂറോപ്യൻസ് ഏഷ്യയുടെ മിലിറ്ററി സ്ട്രെങ്ത് തിരിച്ചറിഞ്ഞത് ഒട്ടോമൻ റൂളേഴ്സിലൂടെയാണ്. ഒന്നാം ലോക യുദ്ധശേഷം ഒട്ടോമൻ സാമ്രാജ്യം തകർന്നു. Now we move on to the next centers of power in medieval world, that is Mongol Empire. Mongolia is the region between Russia and China in Central Asia. It is a region characterized by vast meadows, deserts and mountains. The climate of Mongolia is extreme, severely hot in the summer and extremely cold in winter. റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് സെൻട്രൽ ഏഷ്യയിലെ മംഗോളിയ. അവിടുത്തെ ജിയോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സ് പറയുവാണെങ്കിൽ വളരെ വാസ്റ്റ് മെഡോസാണ്, വളരെ വിശാലമായിട്ടുള്ള പുൽമേടുകളാണ്. അതുപോലെ ഡെസേർട്ട്സും മൗണ്ടൻസും ഒക്കെ നിറഞ്ഞ പ്രദേശമാണ്. ക്ലൈമറ്റിൻ്റെ പ്രത്യേകത എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റാണ്. വേനൽക്കാലത്ത് ഹോട്ട് ആണ്, സിവിയർ ഹോട്ടാണ്. അതുപോലെ കോൾഡ് സീസണിൽ എക്സ്ട്രീം കോൾഡാണ്, വളരെ കഠിനമായിട്ടുള്ള തണുപ്പാണ്. വേനൽക്കാലത്ത് അതികഠിനമായിട്ടുള്ള ചൂടാണ് സമ്മർ സീസണിൽ. Mongols were nomads who lived in tents. There were different tribes among the Mongols who always roamed around the horses. It was Genghis Khan who unified them and founded the Mongol Empire. The seat of Genghis Khan was at Karakoram on the bank of the river Onon in Siberia. മംഗോൾസ് നോമാഡ്സ് ആയിരുന്നു. അവർ ടെൻറ്റിലൊക്കെ താമസിക്കുന്ന, നാടോടികളെ പോലെ ടെൻറ്റിലൊക്കെ കഴിയുന്ന ആൾക്കാരായിരുന്നു. കുതിരപ്പുറത്ത് ഇങ്ങനെ നാട് ചുറ്റി വിവിധ സ്ഥലങ്ങളിൽ നടന്നിരുന്ന പല വിഭാഗക്കാരായിട്ടുള്ള അവരെ യൂണിഫൈ ചെയ്ത് മംഗോൾ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തത് ജെങ്കിസ് ഖാനാണ്. ജെങ്കിസ് ഖാൻ്റെ ക്യാപിറ്റൽ സൈബീരിയയിലെ ഒനോൻ എന്ന് പറയുന്ന റിവറിൻ്റെ തീരത്തുള്ള കാരക്കോറമായിരുന്നു.
The chief characteristic feature of the Mongol army was its strong cavalry. The main attraction of the army was the small cannons which could be used while sitting on horseback. Genghis Khan also maintained a well-organized espionage to connect the distant places of the empire with the administrative centers. The Mongolians introduced a postal system using horses. The communication system was known as the courier. The courier system of Genghis Khan was speedy and effective. അദ്ദേഹത്തിൻ്റെ മിലിറ്ററിയുടെ പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സ്ട്രോങ് കവൽറി എന്ന് പറഞ്ഞാൽ കുതിരപ്പട, ശക്തമായിട്ടുള്ള കുതിരപ്പടയായിരുന്നു മംഗോളിയൻസിൻ്റെ മിലിറ്ററിയുടെ ഒരു പ്രത്യേകത. Small cannons. Main attraction of the army was the small cannons which could be used while sitting on horseback. കുതിരപ്പുറത്തിരുന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന പീരങ്കികളായിരുന്നു മറ്റൊരു പ്രത്യേകത. ജംഗിസ് ഖാൻ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എസ്പിയോണേജ്, ചാരസംഘടന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മറ്റുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് നിരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ചാരസംഘടനയെ അദ്ദേഹം നിലനിർത്തിയിരുന്നു. ഒരു സീക്രട്ട് ഏജൻസി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ടു കണക്ട് ദി ഡിസ്റ്റൻറ്റ് പ്ലേസസ് ഓഫ് ദി എംപയർ വിത്ത് ദി അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ്. ദൂരെയുള്ള സ്ഥലങ്ങളെ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മംഗോളിയൻസ് ഹോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതിനെ വിളിച്ചിരുന്ന പേരാണ് കൊറിയർ സിസ്റ്റം എന്നുള്ളത്. ദി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വാസ് നോൺ ആസ് കൊറിയർ സിസ്റ്റം. ദ കൊറിയർ സിസ്റ്റം ഓഫ് ജംഗിസ് ഖാൻ വാസ് സ്പീഡി ആൻഡ് എഫക്റ്റീവ്. ജംഗിസ് ഖാൻ്റെ കൊറിയർ സിസ്റ്റം വളരെ സ്പീഡിയും അതുപോലെ ഇഫക്റ്റീവുമായിരുന്നു. ജംഗിസ് ഖാന് ശേഷം ഭരണം നടത്തിയ മംഗോൾ എംപറർ ആയിരുന്നു തിമൂർ. സമർഖണ്ഡ് ആസ്ഥാനമാക്കിയായിരുന്നു തിമൂർ ഭരിച്ചിരുന്നത്. അദ്ദേഹം ഇൻഡസ് റിവർ കടന്ന് ഡൽഹിയിലെത്തി. നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് ധാരാളം സമ്പത്തുമായിട്ടാണ് തിരിച്ചു പോയത്. യുദ്ധത്തിൽ കാലിന് പരിക്കേറ്റതിനാൽ തിമൂറിനെ തമാർ ലൈൻ എന്നുള്ള പേരിലും കൂടി അറിയപ്പെടുന്ന മുടന്തനായിട്ടുള്ള തിമൂർ എന്നുള്ള പേരിലും കൂടി അദ്ദേഹത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മംഗോൾ എംപയറിൽ പഠിക്കാനായിട്ടുള്ളത്.